അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പഴയ സുലൈമാന് മാരിയോ ജോസഫിന് ആകെ കിർക്കളകിയിട്ടുണ്ട്. എന്തോ ഒരു മാനസിക നിലവാരത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ ജനിച്ചിട്ട് കുറച്ചൊക്കെ എന്തോ കിതാബ് ഓതി തോന്നുന്നു. പിന്നെ അതിനൊന്നും കിട്ടാനില്ല, വല്ലാതെ ആളുകളെ പറ്റിക്കാൻ കഴിയണില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ക്രിസ്ത്യാനിയായി. എന്നിട്ട് സുവിശേഷം പറഞ്ഞ് നടക്കുമ്പോൾ ജിജി മാരിയോ എന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്നിട്ട് രണ്ടുപേരും മോട്ടിവേഷൻ കൗൺസിലർമാരായി, മോട്ടിവേഷൻ നടക്കാൻ തുടങ്ങി. പച്ചക്കള്ളം അഭിനയിച്ച് ജീവിക്കുകയാണ്. അവർ രണ്ടാളും നിന്നു ഇടിയാണ്. ഇടിച്ചിട്ട് അതിന് തലയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പുറത്ത് വന്നിട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഭയങ്കര കൗൺസിലിംഗ് നടത്തലാണ്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ. അങ്ങനെ ഇപ്പോൾ എന്തായെന്നറിയാം, നമ്മൾ അൻസാരി സുഹരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ചില വർത്തമാനങ്ങൾ വർഗീയത പ്രചരിപ്പിക്കുന്നതും മറ്റൊക്കെ കണ്ടപ്പോൾ അൻസാരി സുഹരി ഉസ്താദ് അതിനൊരു മറുപടി പറഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പിരി അല്പം കൂടി ഫുള്ളി ലൂസായി. എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണ്. അയാൾക്ക് തന്നെ അറിയണില്ല അയാൾ എന്താ പറയണമെന്നുള്ളത്. പ്രിയപ്പെട്ട ക്രിസ്തീയ സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിൻ്റെ ഈ കളിയിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ഇദ്ദേഹം തനിച്ച കപടനാണ്. അദ്ദേഹം നിങ്ങളെ വെച്ച് ചൂഷണം നടത്തി പണം ഉണ്ടാക്കുകയാണ്. വലിയ വലിയ ചാരിറ്റി എന്നും പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കിയൊക്കെ ജീവിക്കുകയായിരുന്നു. പക്ഷെ അതിൽ നടക്കാതെ വന്നപ്പോൾ ആകെ മാനസിക നില തെറ്റിയിട്ട് സ്വന്തം ഭാര്യൻ്റെ തലവരെ അടിച്ചു പൊട്ടിച്ചിട്ട് നടക്കുകയാണിപ്പോൾ. എന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ പോലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ്, ബോഡി ഷെയ്മിങ് നടത്തുക. ഇയാൾ ക്രിസ്തുമതത്തിൽ എന്ത് മതമാണ് ഇയാൾ പഠിച്ചതെന്നറിയില്ല, ബൈബിൾ എന്താ പഠിച്ചോന്നറിയില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, ഇയാൾ നിങ്ങൾക്ക് അപകടമാവും. മുന്നറിയിപ്പ് തരികയാണ്, വളരെ വലിയ അപകടത്തിലെത്തും. അദ്ദേഹത്തെ വേഗം പിടിച്ച് ഇല കൂട്ടി പിടിച്ച് പുറത്തേക്കിട്ടാൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ വലിയ അപകടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ എത്തുന്നത്. പിരി ലൂസായാൽ ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്. ഇപ്പം അദ്ദേഹത്തിന് പിരി ലൂസായതാണെന്ന് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ക്രിസ്തീയ സുഹൃത്തുക്കളടക്കം പറയുന്നുണ്ട്. വിമർശിക്കണം, വിമർശനം ആദർശപരമായിരിക്കണം, ആദർശപരമായി വിമർശിക്കുക. എന്നിട്ട് അതിനെതിർക്കുക എന്നല്ല, അതിന് വളരെ ബോഡി ഷെയ്മിങ് നടത്തുക, കൊഞ്ഞനം കാണിക്കുക, എന്തൊക്കെയോ വിളിച്ച് പറയുക, ലെവലില്ലാത്ത വർത്തമാനം പറയുക, ഇതൊക്കെയാണ് ചെയ്യൽ. ഇതൊക്കെയാണോ ക്രിസ്തുമതം പഠിപ്പിക്കുന്നത്? എന്തൊരു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ചിഹ്നമാണ് ബൈബിളൊക്കെ പറഞ്ഞത്. യേശുക്രിസ്തു ഇതാണോ പഠിപ്പിച്ചു കൊടുത്തത്? എന്തായാലും ക്രിസ്തീയ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് മാനസിക രോഗം വന്ന് വട്ടായി അവസാനം പിന്നെ കംപ്ലീറ്റ്. കാരണം എന്താ വെച്ചാൽ ചാരിറ്റി ഒന്നും നടത്തിയിട്ട് ഇപ്പോൾ ആരും കാശ് കൊടുക്കണില്ല, പണം കിട്ടാനുള്ള ഒഴിപ്പില്ല. ക്രിസ്ത്യാനികളെ പറ്റിച്ച് കുറേ ജീവിച്ചു, വലിയ ആളായിട്ടൊക്കെ നടന്നു നോക്കി. ഇപ്പം അതും നടക്കുന്നില്ല, എല്ലാ നിലയിലും വഴിമുട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ മാനസിക നില തെറ്റിയിട്ട് ബോഡി ഷെയ്മിങ് നടത്തുക, എന്തൊക്കെയോ വിളിച്ച് പറയുക, ഇസ്ലാമിനെ പരിഹസിക്കുക, കളിയാക്കുക, വർഗീയത പറയുക. ഏറ്റവും വലിയ ലോക വർഗീയവാദിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ക്രിസ്ത്യാനി മതത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, മൊത്തത്തിൽ അയാൾ വർഗീയവാദിയാണ്, കപടനാണ്, വഞ്ചകനാണ്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുന്നത് ക്രിസ്തീയ സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.